നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന ജില്ലാ നേതൃത്വത്തിന്റെ സ്വയം വിമർശനത്തിൽ പാർട്ടിയിൽ ചൂടേറിയ ചർച്ച. സ്ഥാനാർത്ഥി നിർണയത്തിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞതോടെ ആരുടെ വാശിയാണ് നടപ്പാക്കിയതെന്ന ചോദ്യമാണ് പാർട്ടി അണികൾ ഉയർത്തുന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശനവുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വയം വിമർശനപരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏറ്റവും വലിയ പരാജയങ്ങൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലുമാണ്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച ബാധിച്ചു എന്ന സ്വയം വിമർശനം CPM കണ്ണൂർ ജില്ലാ ഘടകം നടത്തിയെന്നും അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു എന്നുമാണ് സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. തളിപ്പറമ്പ് ഉൾപ്പെടെ താൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനം എടുത്തതെന്നുമായിരുന്നു M.V. ഗോവിന്ദന്റെ നിലപാട്. ഇത് വൻ ചർച്ചക്കാണ് പാർട്ടിയിൽ വഴിയൊരുക്കിയത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കീഴ്ഘടകങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മണ്ഡലം കമ്മിറ്റികളിൽ ശക്തമായ എതിർപ്പ് ഉയർന്നിട്ടും തീരുമാനത്തിൽ മാറ്റം വരുത്താൻ നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇത് ആരുടെ കടുംപിടുത്തമെന്ന ചോദ്യം പാർട്ടിയിൽ ഉയരും. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന സ്വയം വിമർശനം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന ചർച്ച വന്നപ്പോഴായിരുന്നു വിമർശനം. ചൊവ്വാഴ്ച നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇത് ചർച്ചയായി. ജില്ലാ കമ്മിറ്റിയിലും ചൂടേറിയ ചർച്ചയാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. പയ്യന്നൂരിൽ ഫണ്ട് വിവാദം ഉയർന്ന സാഹചര്യത്തിൽ TI മധുസൂദനെ മാറ്റി നിർത്തിയാൽ അത് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടന്നു എന്ന ആരോപണം ശരിവെക്കുന്നതാവും എന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥിയെ മാറ്റാൻ നേതൃത്വം തയ്യാറാവാതിരുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും അന്ന് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. രക്തസാക്ഷി ഫണ്ടിൽ ധനാപഹരണം നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് CPM. ഈ വിമർശനങ്ങൾക്കെല്ലാം ഇനി കമ്മിറ്റികളിൽ നേരിട്ട് നേതൃത്വം മറുപടി നൽകേണ്ട സാഹചര്യമാണ് നിലവിൽ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.